ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം തുടരക്കാരിയാണ് കേട്ടോ. ഒന്ന് അടിപൊളിയായിട്ട് വറുത്തരച്ച് വെക്കുന്ന ഒരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കണം. നല്ല കുഴുകുഴാന്ന് വറുത്തരച്ച് നമ്മൾ ഈ ഇറച്ചി മീനൊക്കെ കൂട്ടി മടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലൊരു ഉള്ളിത്തീയൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്താ ടേസ്റ്റ് അറിയാമോ? ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റും അടിപൊളി ഉള്ളിത്തീയലാണ് കേട്ടോ. അതിന് വേണ്ടി നല്ല കുറച്ച് ഉള്ളിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതിലേക്ക് ആവശ്യപ്പെട്ട കുറച്ച് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളകും, കുറച്ച് 2 ഉണക്കമുളകും ആട്ടോ. പിന്നെ താളിക്കാൻ കുറച്ച് തേങ്ങാക്കൊത്തും വേണം, കറിവേപ്പിലയും വേണം കേട്ടോ. തേങ്ങ ചിരണ്ടിയത് കാണിച്ചത്, തേങ്ങ ചിരണ്ടിയത് വേണം കേട്ടോ കുറച്ച്. അതിന് മുമ്പ് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സ്പൈസസ് ആദ്യം നമ്മൾ ഉണക്കമുളകിനും നമ്മൾ രണ്ടായിട്ട് മുറിച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആ കുരുമുളകും ആ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമുക്കിത് കളി തുടങ്ങുന്നത് കേട്ടോ. എൻ്റെ ഈ വീഡിയോയിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ കൂട്ടുകാരെ കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? നോമ്പൊക്കെ തീരാനായില്ലേ? അപ്പം നമ്മൾ നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ 2-3 കറിവേപ്പിലയും കൂടി ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല പച്ച കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ വറുക്കുകയാണ്. വറുത്ത് നല്ല ചുമക്കെ വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് പോലും തരിപ്പില്ലാത്ത രീതിയിൽ അരച്ചെടുക്കണേ. അതിന് ശേഷമാണ് നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് കേട്ടോ. ഇത് അരച്ചെടുത്ത് വെച്ചേക്കണം, ഇതുപോലെ അരക്കണം കേട്ടോ. കണ്ടോ? അതിന് ശേഷം നമ്മൾ വീണ്ടും ആ ചട്ടി തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ നമ്മൾ എടുത്ത് വെച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് അരിഞ്ഞ് വെച്ചേക്കണം തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് കേട്ടോ. അത് നന്നായിട്ട് ഒരു ചെറിയൊരു കളർ മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയതായിട്ടൊന്ന് കളർ മാറിക്കോട്ടെ കേട്ടോ. അതിനുശേഷം നമ്മുടെ ഉള്ളിയിൽ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഫ്രഷാക്കി കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കളർ മാറിയതിന് ശേഷം നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയും അത് അവിടെ കിടന്ന് നന്നായിട്ട് വഴറ്റിക്കോട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴന്നോട്ടെ കേട്ടോ. നന്നായിട്ട് വേവണം കേട്ടോ. അത് വേവുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്, ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇപ്പോഴായിട്ട് ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ ഇതിന് അവിടെ കിടന്ന് നന്നായിട്ട് വഴറ്റട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയിൽ അതിൻ്റെ പുളിവെള്ളവും കൂടെ നമ്മളിത് ഒഴിച്ച് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തോന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴിയുക കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രം മതി. അതിൽ വേറെ ആവശ്യത്തിന് വെള്ളമൊന്നും നമ്മൾ അനാവശ്യമായിട്ട് ഒഴിച്ച് കൊടുക്കണ്ടേ. നന്നായിട്ട് കൊഴുപ്പോടുകൂടി നമ്മൾ തോരനല്ല ചാറാണ് ചാറിൽ ആ രീതിക്ക് വേണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെയുള്ള ഈ റെസിപ്പികൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടി നമ്മൾ കുറച്ച് ശർക്കരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ശർക്കരയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിനാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നല്ല കൊഴുകൊഴുപ്പായിട്ടിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഉള്ളിത്തീയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചോറും എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ ഉള്ളിത്തീയിലും വെച്ച് കഴിക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.